ഹലോ ഫ്രണ്ട്സ്, ഇന്നാണ് നമ്മുടെ പള്ളിയിൽ നോമ്പ് തുടങ്ങുന്നത്. അപ്പം ഇന്നാണ് ഞങ്ങൾക്ക് വിഭൂതി ബുധൻ കേട്ടോ. അപ്പം ഞങ്ങൾ വേഗം പോകാനാണ് കേട്ടോ പള്ളിയിലേക്ക്. ഞങ്ങൾക്ക് കുർബാന തുടങ്ങാൻ 15 മിനിറ്റ് ഉള്ളപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോഴേക്കും ഞാനും അമ്മ എടുത്ത് പറഞ്ഞു, അമ്മേ വേഗം അമ്മേ സമയമായി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ കുർബാനയൊക്കെ തുടങ്ങി കേട്ടോ. അച്ഛന്മാർ പർപ്പിൾ കളർ വേഷമാണ് ഇട്ടിരിക്കുന്നത്. അത് മാത്രമല്ല പള്ളിയൊന്നും അലങ്കരിച്ചിട്ടില്ല കേട്ടോ. നോമ്പൊക്കെ തുടങ്ങുന്നതുകൊണ്ട് തന്നെ പയസ്നഗരം നമ്മുടെ ജിസച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പീറ്ററച്ചനും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചാരമൊക്കെ നെറ്റിയിൽ പൂശുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരുടെ ചാരവും നെറ്റി പൂശിയേക്കുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ. എല്ലാവരുടെ ഏതൊക്കെ ഷേപ്പിലാണെന്ന് അറിയാനായിട്ട്. ഞങ്ങളൊക്കെ ഫ്രണ്ടിൽ പാട്ട് പാടുമായിരുന്നു കേട്ടോ. ഞങ്ങൾക്കൊക്കെ ലാസ്റ്റാണ് നെറ്റിയിൽ ഇങ്ങനെ പൂശി തന്നത്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ നോക്കി ഇരിക്കുമായിരുന്നു കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഓശാന ആഘോഷിച്ചപ്പോൾ ഞങ്ങളുടെ ഓല ഉണ്ടായിരുന്നു. ആ ഓല ഞങ്ങൾ മിനിഞ്ഞാന്നൊക്കെ കൊണ്ട് കൊടുത്തു കേട്ടോ. അപ്പം അത് പൊടിച്ചിട്ടാണ് ഇതേപോലെ പൊടി ഉണ്ടാക്കിയിട്ട് നെറ്റി പൂശി തരുന്നത് കേട്ടോ. അപ്പം ഞങ്ങളതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ കുറേ പേരുടെ ഷേപ്പും പല രീതിയിലായതുകൊണ്ട് ഞങ്ങളതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ സ്കൂളിൽ പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ ഷാജങ്ങളുടെ അടുത്ത് പോയി കുറച്ച് ചാരമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ പോവാണ് കേട്ടോ വീട്ടിലേക്ക്. സമയമായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് സംസാരിച്ച്, അമ്മയെ വേഗം അമ്മ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുമായിരുന്നു. അപ്പോഴേക്കും ആണ് ഞങ്ങൾ ഫോണിലിങ്ങനെ നോക്കിയപ്പോഴത്തേനും ഇന്ന് ഹൗസ് യൂണിഫോം അല്ല, റെഗുലർ യൂണിഫോമാണെന്ന് പറഞ്ഞത്. അപ്പം തന്നെ ഞാൻ വേഗം അമ്മേ വേഗം വാ അമ്മേ നമുക്ക് പോയി ഡ്രസ്സൊക്കെ മാറാനുള്ളതാണെന്ന് ഞാൻ പറഞ്ഞിട്ട് ഓടിപ്പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞാൻ കുഞ്ഞതായിട്ടാണ് ഈ കുരിശ് വരച്ചത്. വലുതായിട്ട് വരച്ചാൽ എന്തോ പോലെ ആയിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ ഞാനും അമ്മയെ മാറ്റി വരച്ചു കേട്ടോ. ഞാൻ തന്നെയാണ് എൻ്റെ കുരിശ് വരച്ചത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ നേരെ ഒരുങ്ങി കഴിഞ്ഞിട്ട് നേരെ ബസ് കാത്തിങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പം ലജ്ജ ചേച്ചിയൊക്കെ ചോദിച്ചു, ഇതെന്താ കുഞ്ഞു കുരിശ് വരച്ച് വെച്ചേക്കണേ. അപ്പോൾ ഇത് അച്ഛൻ വരച്ചതെന്നല്ല, ഞങ്ങൾ ചുമ്മാ വരച്ചതാണെന്ന് ഞങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചിട്ടുണ്ടെന്നപ്പോഴത്തേനും വണ്ടി വന്നു കേട്ടോ. ഈ വണ്ടിയിലാണ് കേട്ടോ ഞങ്ങളെപ്പോഴും പോകുന്നത്. ബസ് നമ്പർ 3ലാണ് കേട്ടോ. ഞങ്ങളെപ്പോഴും ഈ വണ്ടിയിലാണ് കേട്ടോ പോകാറുള്ളത്. അപ്പോൾ അങ്ങനെ ബസ് വന്നു. അപ്പോൾ ഞങ്ങളിതേ പതിയെ കയറാൻ പോകാൻ കേട്ടോ. പിന്നെ ലിജി ചേച്ചിയാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കയറ്റി വിടുന്നത്. ഓർഡറായിട്ടാണ് കേട്ടോ ഞങ്ങൾ കയറി പോകുന്നത്. ഞങ്ങളെപ്പോഴും ഇതേപോലെയാണ് കേട്ടോ കയറ്റി വിടും കേട്ടോ ലിജി ചേച്ചി. പിന്നെ ഈസക്കുട്ടിക്ക് കയറി കഴിഞ്ഞപ്പോൾ എന്നെയൊക്കെ കയറ്റി വിട്ടു കേട്ടോ. പിന്നെ ലാസ്റ്റാണ് ചേച്ചിയൊക്കെ കയറുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് സ്കൂളിൽ പോയിട്ട് വരിക കേട്ടോ. ചാച്ചാ.